ഞാൻ സംബന്ധിച്ചാറിൻ്റെ അടുത്ത വീഡിയോയാണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല പിങ്കിൻ്റെ ഒരു അടിപൊളി ഷെയ്ഡാണ്. നല്ല പിങ്ക് ആട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഗ്ലാസ് വർക്കിൻ്റെ പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് വർക്കല്ല, സിമ്പിളായിട്ട് അല്ലാതെ വരുന്ന സൈസ് മോഡലാട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ വർക്കിൻ്റെ പാറ്റേണിലുള്ള ഡിസൈനാണ്. ഫുൾ ഒരു ലീഫ് പോലെ ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം തന്നെ. എനിക്കൊന്ന് കളർ ചാർട്ടിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. ദുപ്പട്ട കോട്ട ഫാബ്രിക്, എല്ലാം മൊത്തത്തിൽ കോട്ട ഫാബ്രിക്കാണ്. ചെക്ക് കോട്ട ഫാബ്രിക്കില്ലേ, ആ ഒരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഇത് കൈക്കുള്ള പോർഷൻ ആട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് പോകുന്നുണ്ട്. ദുപ്പട്ടയ്ക്കകത്ത് എംബ്രോയ്ഡറി ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഓവറായിട്ടില്ല. ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ഒത്തിരി ഓവറാക്കി കൊടുത്തിട്ടില്ല, ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ. ബോട്ടം വിത്ത് ലൈനിങ്ങും ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 457, റേറ്റ് 980 രൂപ മാത്രമേ ഉള്ളൂ. 980. രണ്ടാമത്തെ ഷെയ്ഡ് ഇതും നല്ല ഷെയ്ഡാണ്. പിങ്ക് പോലെ തന്നെ എല്ലാവർക്കും ആ ഒരു ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഈ ലാവണ്ടർ എന്ന് പറയുന്നത്. നല്ല കളറാട്ടോ. ഈ ഒരു മെറ്റീരിയൽ കളർ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്താട്ടോ. നമുക്ക് ഏകദേശം സെയിം തന്നെ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ തന്നെ നല്ല ഷെയ്ഡ്സ് നോക്കി നമ്മളങ്ങ് അടുത്ത ഇതങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും ഡെയിലി യൂസുകാർക്ക് നല്ലതാണ്. നമുക്ക് റഫായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഐറ്റം. ബോട്ടം ലൈനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇതാണ് ബോട്ടം ലൈനിങ്ങും. നമുക്ക് കൈക്കുള്ള സെപ്പറേറ്റ് ആട്ടോ വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 3/4 അടുത്തൊക്കെ ചെയ്യാനുള്ളത് കിട്ടും. എക്സ്ട്രാ വേണം നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ എൻ പോർഷനിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു ബോർഡർ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കും കേട്ടോ. ഇങ്ങനത്തെ കോട്ട ഫാബ്രിക് ചിലതിങ്ങനെ ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. ലൈനിങ് ഇട്ട് ചെയ്യുന്നതാണ് മെറ്റീരിയൽ എപ്പോഴും ലാസ്റ്റിങ്ങിന് നല്ലത്. പറ്റുന്നത്രയും കോട്ട പോലത്തെ ഫാബ്രിക്കുകൾ ലൈനിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡെയിലി വെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AC 459, റേറ്റ് 980. ഇത് നല്ലൊരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ ഷെയ്ഡാണ്. എന്നാൽ തീരെ മങ്ങിയ കളറല്ല, ഒരു ലൈറ്റ് ഗ്രീൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡ്. അതിൻ്റെ അകത്തും സെയിം തന്നെ ഡിസൈനാണ് പോയിരിക്കുന്നത്. നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്കിത് സ്ഥിരം ഉപയോഗക്കാരൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്ത് എപ്പോഴും ഉപയോഗിക്കാനൊക്കെ നല്ല ഐറ്റം. എന്നാൽ കാണാനൊരു ലുക്ക് ഉണ്ട് താനും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയും അത്യാവശ്യം നമുക്ക് ഒതുങ്ങിയൊക്കെ കിടക്കും കേട്ടോ. ലെങ്ത് ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത്രയും ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. പിന്നെ ഷിഫോൺ പോലെ അത്രയും കിടക്കത്തില്ല, പക്ഷേ അല്ലാതെ ഇത് കണ്ടല്ലേ ഇടുമ്പം ഇത് ഈ ഒരു രീതിയിൽ കിടന്നോളും. അപ്പോൾ ചേർത്തിടാനാണേലും ഇങ്ങനെ കിടക്കും കേട്ടോ. ഒത്തിരി അങ്ങ് ഭയങ്കര പറന്നൊന്നും നിൽക്കത്തില്ല, നോർമൽ രീതിയിൽ കിടന്നോളും. ബോട്ടം ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 458, റേറ്റ് 980. അടുത്തത് നല്ല ഭംഗിയുള്ള ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഞാൻ പറഞ്ഞ ഡെയിലി യൂസുകാർക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 46, 47 ഒക്കെ ലെങ്ത് ഇട്ട് തയ്ക്കാൻ കിട്ടും. കാരണം ഓൾറെഡി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാണ് മടക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇത് മതിയാവും. നമുക്ക് എക്സ്ട്രാ നമുക്ക് ആ ഒരു മടക്കി അടിക്കാനൊക്കെ. ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് 2.4 എബോ ഒക്കെ കിട്ടുന്ന ദുപ്പട്ട. നമ്പർ AC 460, റേറ്റ് 980 രൂപ മാത്രമേ 980.